ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി നടത്തിയ മാർച്ചിൽ സംഘർഷം. പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷൻ സമീപത്തു നിന്ന് പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു. സുരക്ഷ കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് BJPയും പ്രതിഷേധം തുടങ്ങി. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്, ഒപ്പം ആർ രാധാകൃഷ്ണനും. ബൽറാം നെടുങ്ങാടിയിലേക്കാണ് ആദ്യം പോകുന്നത്. ബൽറാം, ഇന്ന് രാവിലെ മുതൽ കാണുന്നതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം. ഇപ്പോൾ ആ പ്രതിഷേധങ്ങൾക്ക് ശമനമായിട്ടുണ്ടോ, അതോ ആ പ്രതിഷേധം വലിയ തോതിൽ തന്നെ അതങ്ങനെ നടക്കുകയാണോ? ഇടയ്ക്കിടയ്ക്ക് ചില സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. പോലീസാണെങ്കിൽ കനത്ത പ്രതിരോധം ഉണ്ടാക്കിയിരിക്കുന്നു. സ്മിത, ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് ഒരു ഇടവേള ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കാരണം ചെറിയ സംഘങ്ങളായാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്നത്. ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതി വളയാനുള്ള ആഹ്വാനമാണ് ആം ആദ്മി പാർട്ടി നൽകിയത്. പോലീസിന്റെ നിയന്ത്രണങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഡൽഹിയിലെ പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷന് സമീപം സമ്മേളിക്കാനായിരുന്നു പ്രവർത്തകർക്ക് നൽകിയ ആഹ്വാനം. ഇവിടെ എത്തി ഇവിടെ നിന്നും തുഗ്ലക് റോഡ് വഴി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്ത് അദ്ദേഹത്തിന്റെ വസതി ഗരാവോ ചെയ്യാനായിരുന്നു ആഹ്വാനം. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ഈ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത്. നിരവധി പ്രവർത്തകർ ഈ ആഹ്വാനം ഏറ്റെടുത്ത് എത്തി എന്നുള്ളതാണ് നമുക്ക് രാവിലെ മുതൽ കാണാൻ കഴിഞ്ഞത്. പഞ്ചാബിൽ നിന്ന് അടക്കമുള്ള ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇവിടെ എത്തി പ്രതിഷേധിച്ചു.